ഹായ് ഗൈസ്, ഈശ്വരശേഖി സ്വീകരിക്കട്ടെ. ഞങ്ങൾ കോട്ടയം അതിർത്തിയിൽപ്പെട്ട കുറച്ച് ജീസസ് യൂത്തുകാർ ഇടുക്കി ജില്ലയിലെ തടിയമ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു യാത്ര പോയി. പോകുന്ന വഴിക്ക് നല്ല തന്നെ ബ്രദേഴ്സിനെ കാണാനായിട്ടും കൂടെ ഞങ്ങൾ കയറിയത്. അപ്പം നല്ല തന്നെയിലുള്ള ഈ സ്ഥലം ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ബ്രദേഴ്സിനൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആ ബ്രദേഴ്സിൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമാണ്. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അതിമനോഹരമാണ്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും നമുക്ക് ആദ്യമേ തന്നെ കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു വീടാണ്. ആ ബ്രദേഴ്സ് കുറേ നാളത്തെ കഠിനാധ്വാനം കൊണ്ട് അവർ തന്നെ പ്രാർത്ഥനയോടുകൂടി ഉണ്ടാക്കിയേക്കുന്ന ഒരു മനോഹരമായ ഒരു കൊച്ചു വീട്. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാം അവർ ആ ഒരു നാച്ചുറാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പ്രകൃതി ഒരിക്കലും ചൂഷണം ചെയ്യാതെ അവർ ഈശോയോടൊപ്പം ജീവിക്കാനായിട്ട്, ഈശോയെ കൂടുതൽ സ്നേഹിക്കാനായിട്ട്, മറ്റു ലോകത്തിൽ നിന്നൊക്കെ മാറി നിന്ന് ഈശോനെ മാക്സിമം ഡിപ്പെൻഡ് ചെയ്ത് ഈശോനെ ഒത്തിരി സ്നേഹിച്ച് ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുത്ത് ജീവിക്കാനായിട്ട് അവർ ഒരുക്കിയിരിക്കുന്നതാണ്. ആ ഒരു ഉള്ളിലൊക്കെ കയറിയാൽ എത്ര പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്തവനാണെങ്കിലും അറിയാതെ പ്രാർത്ഥിച്ചു പോകും. അതിൽ സണ്ണി ബ്രദർ ഇടയ്ക്ക് മൗനവ്രതം ചെയ്യുന്നതിനായിട്ട് ഒരു ഒരു ചെറിയൊരു ഗുഹ പോലത്തെ ഒരു സ്ഥലം താഴെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ കയറി ഇരുന്നാലുണ്ടല്ലോ, എൻ്റെ ദൈവമേ, ഈശ്വര വിശ്വാസം അല്ലാത്തവൻ പോലും പ്രാർത്ഥിച്ചു പോകും. അതുപോലെ ഫീലിംഗ് ആണ്. ഭയങ്കര രസമുള്ള പ്രകൃതിയും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരുന്നു. അവിടെ എല്ലാവരും വന്നാൽ, എത്ര പേര് വന്നാലും അവർക്കുള്ള ഫുഡ് അവിടെ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അവർ തന്നെ ഉണ്ടാക്കുന്ന, ബ്രദേഴ്സ് തന്നെ സ്നേഹം കൊണ്ട് വിളമ്പി കൊടുക്കുന്ന ഫുഡിന് ഭയങ്കര ടേസ്റ്റാണ്. കഞ്ഞിയും പയറുമായിരുന്നു. കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സണ്ണി ബ്രദറിൻ്റെ ടോക്കൊക്കെ കേട്ടു. ഭയങ്കര ഇൻസ്പയർഡായി. അപ്പോൾ എല്ലാവരും ഇനിയും നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോഴേക്കും നിങ്ങൾ അവിടെ ഒന്ന് പോവുക, ആ പ്രദേശം വിസിറ്റ് ചെയ്യുക, അവരോട് സംസാരിക്കുക. താങ്ക് യു.